നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള സിലബസാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ സിലബസ് എടുത്ത് വെച്ച് നോക്കിയാൽ ആദ്യം നമുക്ക് കാണുന്ന ഒരു ടേമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സാധനം. നമ്മൾ +1 +2 ലെവൽ തൊട്ടേ നമ്മൾ കേട്ട് വരുന്ന സാധനമാണെങ്കിലും പലർക്കും എന്താണ് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ ബേസ് മറക്കുന്നൊരു പ്രവണതയുണ്ടല്ലോ. ആ ഒരു കാര്യം നമ്മൾ മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇതിനകത്ത് വന്നേക്കുന്നത് മുഴുവൻ ബേസ് എത്രത്തോളം അറിയുന്നു അത്രത്തോളം നമുക്ക് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് വന്നേക്കുന്ന സിലബസ് തന്നെ ഏറ്റവും ബേസ് സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കിതിന് ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, അല്ലെങ്കിൽ ഇത് ഒരു ബ്രാഞ്ചാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് എന്താണ് കൊമേഴ്സ് എന്നുള്ളതിൽ കൂടി വരാം. കൊമേഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ +1 നമ്മൾ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് എടുത്ത് നമ്മൾ പഠിക്കുന്നത് തന്നെ +1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. സോ എല്ലാവർക്കും കൊമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ് ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ കൂടിയും എല്ലാവരും കൊമേഴ്സ് എന്ന് കേൾക്കുമ്പോൾ പ്യുവർലി അതൊരു കച്ചവടമാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ കൊമേഴ്സ് എന്ന് പ്യുവർലി കച്ചവടം മാത്രമല്ല. അത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ BCom MCom ഒക്കെ അറിയാവുന്നവരും നമുക്കത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യുവർലി കച്ചവടമല്ല. കച്ചവടം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. കച്ചവടത്തിന് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. കമ്മ്യൂണിക്കേഷൻ വേണം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, ലോജിസ്റ്റിക്സ് വേണം. അങ്ങനെ കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കച്ചവടം നടത്തുന്നു, ബിസിനസ് നടത്തുന്നു, ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നു, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ഈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ സംഭവിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ. അങ്ങനെ ലാഭമാണോ നഷ്ടമാണോ എന്ന് സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യണം? എന്ത് വഴിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അക്കൗണ്ടിങ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിലെ ഡേ ടു ഡേ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ്? മോണിറ്ററി ട്രാൻസാക്ഷൻ. അല്ലാതെ ഒരു ദിവസം ഒരു എംപ്ലോയി വന്നു അവിടുന്ന് ഭക്ഷണം കഴിച്ചു, നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം ഒരു എംപ്ലോയി വന്നു അവിടെ അയാൾ ജോലി എടുക്കുന്നതിനിടയിൽ അയാൾ കുഴഞ്ഞു വീണോ, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ്? മോണിറ്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട്, പേഴ്സണൽ ട്രാൻസാക്ഷൻസ് അല്ല, മോണിറ്ററി ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് എന്ത്? അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എല്ലാവരുടെ മനസ്സിലേക്കും കയറി വരുന്നത് ട്രേഡിംഗ് P&L, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ്. ആ വലിയ കോൺസെപ്റ്റിലെ ഒരു ബ്രാഞ്ച് മാത്രമാണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ബ്രാഞ്ചാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഒരു ബ്രാഞ്ചാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ബ്രാഞ്ചാണ്, ഫോറൻസിക് അക്കൗണ്ടിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ പല തരത്തിലുള്ള അക്കൗണ്ടിങ് നമുക്കുണ്ട്. ഗ്രീൻ അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്തൊരു ബ്രാഞ്ച് മാത്രമാണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോകരുത്. അക്കൗണ്ടിങ്ങിനുള്ളിലെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ +1 +2 തൊട്ടേ നമ്മൾ പഠിച്ച് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളിൽ ചെറിയൊരു ഭാഗമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ആദ്യം തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കൊന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മൾ +1 പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോയിട്ട് അത് അവസാനം ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്കവിടെ എന്ത് വേണം? അക്കൗണ്ടിങ് കൂടിയേ തീരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. കാരണം ആ ലാംഗ്വേജ് വഴി മാത്രമേ നമുക്ക് ആ ബിസിനസ് ലാഭത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് വിളിക്കാം? അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് വിളിക്കാം. അടിവരയിട്ട് പഠിക്കുക, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അക്കൗണ്ടിങ് എന്താണെന്നൊന്ന് നോക്കാം. അക്കൗണ്ടിങ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ടു വേരിയസ് പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓർ connected with the business with the owners, creditors, banks and financial institutions, government and other agencies. Hence it is rightly called the language of business. എന്താ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിത് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഞാനെന്ന് പറയുന്ന ഓണറും എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംരംഭവും മാത്രം മതിയോ? പോരാ അല്ലേ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂസേഴ്സ് ഉണ്ടായിരിക്കും. ഓണേഴ്സ് മാത്രമല്ല, ബിസിനസ്സിന് കടം തരുന്ന ക്രെഡിറ്റേഴ്സ്, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, ബാങ്കുകൾ കാണും, ഗവൺമെൻറ് കാണും, കസ്റ്റമേഴ്സ് കാണും, ഇല്ലേ? അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ എന്താണ്, നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ, ഞാൻ ഇത്രയും കാലം ഈ ബിസിനസ് 1 വർഷക്കാലം ഞാൻ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു, എൻ്റെ ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് ഇത്രയും നാൾ ഞാൻ ഈ ബിസിനസ് നടത്തിയിട്ട് എൻ്റെ ബിസിനസ്സിന് ഇത്ര രൂപ ലാഭമാണ് അല്ലെങ്കിൽ ഇത്ര രൂപ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചതെന്ന് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് നമ്മൾ എന്തിനു വേണ്ടി കൂടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഈ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് പാർട്ടീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അക്കൗണ്ടിങ് വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതുവഴി തന്നെ അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ മീനിങ്ങിൽ ആദ്യം തന്നെ പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ മീൻസ് ഓഫ് communicating the result of business operations to various parties interested in or connected with the business. നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോ, അതാരാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? ഇൻവെസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അതും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലേ? കാരണം എന്താണ്? നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിഞ്ഞിട്ടല്ലേ അവരത് ചെയ്യത്തുള്ളൂ. സോ അവർക്ക് അതിനകത്ത് എന്ത് കാണും? ഇൻട്രസ്റ്റ് കാണും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ഷനുള്ള ആൾക്കാരായിരിക്കും. അത് ഓണേഴ്സ് ആവാം, മറ്റുള്ള ഏജൻസികളാവാം, കസ്റ്റമേഴ്സ് ആവാം, അങ്ങനെ പല ആളുകളും ആവാം. ഇവർക്കൊക്കെ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീൻസും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ്
ഇറ്റ് ഈസ് റൈറ്റ്ലി കോൾഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. കാരണം ഇതുപോലെ അക്കൗണ്ടിങ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയാനുണ്ടായ കാരണവും എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ട മറ്റൊരു പോയിന്റ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലൂക്ക പാസിയോളി. ഒരു ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യനാണ് അല്ലേ. ദ ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് വൈഡ്ലി റിഗാർഡഡ് ടു ബി ലൂക്ക പാസിയോളി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. Okay, he is celebrated from formalizing and documenting the principles of double entry bookkeeping, which is the foundation of modern financial accounting. എന്താണ് അദ്ദേഹമാണ് എന്ത് ഫോർമുലേറ്റ് ചെയ്തത്? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഒക്കെ നമുക്ക് എന്താണെന്നുള്ളതിന് നമുക്ക് വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് അറിഞ്ഞു വെക്കുക. ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക പാസിയോളി. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ +1 പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുള്ളവർക്ക് അറിയായിരിക്കും. +1 പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന സാധനം ഇതാണ്. നമ്മുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ and events which are in part at least of financial character and interpreting the result thereof. എല്ലാവർക്കും അറിയാം, എല്ലാവരും കാണാപ്പാടം പിടിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ് എന്ത്? നമ്മുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സലി അക്കൗണ്ടിങ്ങിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് ഇല്ലാതെ നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ആ ഡെഫിനേഷൻ തന്നെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നതും. എന്താണ് AICPA ഡെഫിനിഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്? അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് and summarizing in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the result thereof. എന്താ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. എന്ത്? നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന മണി ട്രാൻസാക്ഷൻസും ഇവൻസും എന്താ ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള മണി ട്രാൻസാക്ഷൻസും ഇവൻസും റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം അത് ക്ലാസിഫൈ ചെയ്യുക, അതിനുശേഷം അത് സമ്മറൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അതെല്ലാം സമ്മറൈസ് ചെയ്തതിന് ശേഷം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്യുവർലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഒരു മോണിറ്ററി ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻ്റ് എടുക്കുക, അത് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ഇത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം അത് പ്രോപ്പറായിട്ടുള്ള ബുക്സിലേക്ക് ക്ലാസിഫൈ ചെയ്തെഴുതുക. അതിനുശേഷം ആ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ആ ഒരു റിസൾട്ട് എടുത്ത് അത് നമ്മൾ സമ്മറൈസ് ചെയ്യുക. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. എന്തിനാണ് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും ചിലപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നോക്കി അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കി എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല. കറക്റ്റായിട്ട് ആ റിസൾട്ട് എന്താണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്താൽ മാത്രമേ അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾക്ക് നമ്മുടെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയത്തുള്ളൂ. സോ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കറിയാമല്ലേ, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നിൻ്റെ ഒരു ലഘു വിവരണം പോലെയാണത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ബിസിനസ് മോണിറ്ററി ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസിൻ്റെയോ ഇവൻസിൻ്റെയോ ഒക്കെ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങുമാണ്. അത് എന്താവണം?
ഒരു മോണിറ്ററി ട്രാൻസാക്ഷനോ ഇവൻ്റോ ആവണം, അത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതുമാവണം. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ AICPA അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി നമുക്ക് കഥയ്ക്കുള്ളിലേക്ക് വരാം. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിന് 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഓക്കെ, 4 ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിനുള്ളത്. അതിന് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്? നമ്മൾക്കറിയാം, ഒരുപാട് ബുക്കുകൾ ഉണ്ടല്ലേ, വൗച്ചേഴ്സ്, ബുക്കുകൾ, ജേണൽ, ലെഡ്ജർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുക്കുകൾ, ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടല്ലേ നമ്മുടെ ബിസിനസ്സിൽ. അപ്പോൾ നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു വെച്ചിട്ട് അത് പ്രോപ്പറായിട്ടുള്ള ഒരു റെക്കോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും അക്കൗണ്ടിങ് റെക്കോർഡ്സുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സിലെല്ലാം എൻ്റർ ചെയ്തത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു കാൽക്കുലേറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ. എന്താ? ഓരോ ട്രാൻസാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇപ്പോൾ 1 വർഷക്കാലത്തേക്കുള്ളതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ 1 വർഷക്കാലം കൊണ്ട് നമ്മൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോയതിൽ, ഈ 1 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ ഈ നടത്തിയ ബിസിനസ് ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതാണല്ലോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള അതാത് അക്കൗണ്ടിങ് റെക്കോർഡ്സിലേക്ക് എൻ്റർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഇത്രയും നാളത്തെ ബിസിനസ് ഓപ്പറേഷൻ കൊണ്ടിട്ടുള്ള റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത്രയും നാൾ കൊണ്ട് നമ്മൾ നടത്തിയ ബിസിനസ്, ചിലപ്പോൾ അത് 6 മാസക്കാലമോ 1 വർഷക്കാലമോ എത്ര നാളാണോ അത്രയും നാൾ കൊണ്ട് നമ്മുടെ ബിസിനസ്സിന് നഷ്ടമാണോ ലാഭമാണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മുടെ ബിസിനസ് ഇപ്പോൾ 1 വർഷക്കാലം കൊണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം. ഇപ്പോൾ 1 വർഷം കാലത്തെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മളെടുത്ത് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിച്ചു. ചിലപ്പോൾ നഷ്ടം വന്നേക്കാമെങ്കിലും ആ 1 വർഷത്തെ നഷ്ടം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് കടത്തിൽ മുങ്ങിപ്പോത്തൊന്നുമില്ല, അല്ലെങ്കിൽ അത് പൊട്ടിക്കെട്ടാറാവത്തൊന്നുമില്ല. 1 വർഷം ചിലപ്പോൾ നഷ്ടം സംഭവിക്കും, ചിലപ്പോൾ അടുത്ത വർഷം നല്ല ലാഭം ഉണ്ടായിരിക്കും. അതൊക്കെ ബിസിനസ്സിൽ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ 1 വർഷത്തെ ഓപ്പറേഷൻ നഷ്ടത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ തകർന്നു പോകത്തൊന്നുമില്ല. ചിലപ്പോൾ തകർന്നും പോകും, ചിലപ്പോൾ എന്നാലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരിക്കും? സോൾവെൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ ആയിരിക്കും. ചിലപ്പോൾ എന്തിലേക്ക് പോകും? ഇൻസോൾവൻസിയിലേക്ക് പോകും. ചിലപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേബിൾ തന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ്റെ റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ബന്ധമുള്ളതെന്നല്ലാതെ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ 1 വർഷക്കാലം നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ്. അത് നമുക്കറിയാലോ. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണ്? ബാലൻസ് ഷീറ്റ്. അത് നമ്മൾ വഴിയെ പഠിക്കും. സോ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ ചിലപ്പോൾ 6 മാസക്കാലത്തേക്കുള്ള ഓപ്പറേഷൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കുമ്പോഴേക്കും അപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല രീതിയിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ തന്നെ ആയിരിക്കും. അടുത്ത വർഷം നമുക്ക് എന്തായിരിക്കും? ചിലപ്പോൾ ലാഭമായിരിക്കാം. അപ്പോൾ
ഈ റിസൾട്ട് ഓഫ് ഓപ്പറേഷനും ഈ ഫിനാൻഷ്യൽ പൊസിഷൻ, റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ലോസ് ആയ പിന്നെ ഈ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ കാര്യം എന്താ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നത്. സോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. എന്താ? നമ്മുടെ ഈ അസർട്ടൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ്റെ റിസൾട്ടും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അത് ആവശ്യമുള്ള ആളുകളിലേക്ക് ആ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരാ ആവശ്യമുള്ള ആളുകൾ? യൂസേഴ്സ്. ആരാണ് ആവശ്യമുള്ള ആളുകൾ? ഓണേഴ്സ് ആവാം, ചിലപ്പോൾ ഗവൺമെൻറ് ആവാം, ചിലപ്പോൾ കസ്റ്റമേഴ്സ് ആവാം, ഇൻവെസ്റ്റേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, ആര് വേണമെങ്കിലും ആവാം. ബിസിനസ്സിന് ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. സോ അവരിലേക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ റിസൾട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അങ്ങനെയുള്ള ആവശ്യമുള്ള യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. സോ നമുക്ക് ഈ 4 ഒബ്ജക്റ്റീവാണ് പ്രധാനമായിട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസും എടുത്തു വെച്ച് അതാത് പ്രോപ്പർ ബുക്സ് അല്ലെങ്കിൽ പ്രോപ്പർ റെക്കോർഡ്സിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിനുശേഷം ഈ റെക്കോർഡ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലം നടത്തിയ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക. ലാഭമാണോ നഷ്ടമാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലാണോ, എന്തോ നമ്മൾ മൊത്തം കടത്തിൽ മുങ്ങി നിൽക്കുകയാണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. അടുത്ത എന്താണ്? ഇതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ള യൂസേഴ്സിലേക്ക് ഇൻഫോർമേഷൻ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. അതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. സോ അക്കൗണ്ടിങ്ങിൻ്റെ 4 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. 4 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. നന്നായി നോക്കി വയ്ക്കാം. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് AICPA ഒരു ഡെഫിനിഷൻ പഠിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ ഈ പ്രോസസ്സ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് അവിടെ ആ AICPA ഡെഫിനിഷനകത്ത് അവർ പറയുന്നത്. എങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാവും. ആ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ഒരു ഗ്രാഫിക്കൽ ഫോമിൽ കാണിച്ചു തരുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? മോണിറ്ററി വാല്യൂയിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും അല്ലേ? ഒരു ഡേ ടു ഡേ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കുന്നുണ്ടാവും, സെയിൽ നടക്കുന്നുണ്ടാവും, നമ്മൾ കുറച്ച് സാധനം റോ മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയീസിന് ചിലപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും ഇല്ലേ? ഇതിനകത്ത് നിന്ന് കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. എംപ്ലോയീസിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയി അവരുടെ പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ് കൊടുക്കുന്നു. അതൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണോ? നമ്മൾ എംപ്ലോയി വന്ന് നമ്മളടുത്ത് ചോദിക്കുകയാണ്, സാർ എനിക്ക് കുറച്ച് കാശ് കടം തരണം. ഞാൻ കാശ് കടം കൊടുക്കുന്നു. എൻ്റെ ബിസിനസ്സുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ അയാൾക്ക് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന കാശാണ്. അത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അയാൾ വന്നിട്ട് ഇതേ കണക്ക് അയാൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറയുന്നു, ഞാൻ അയാൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കുന്നു. എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. അത് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. ഞാൻ അയാൾക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ചോയ്സിന് ഞാൻ ചെയ്തു കൊടുത്തതാണ്. സോ അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ പല ട്രാൻസാക്ഷൻസും നടക്കും. അതിൽ നിന്നും ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബിസിനസ്സിന് വേണ്ട ആവശ്യമായിട്ട് കടം വാങ്ങിച്ച ആൾക്ക് ഞാൻ കാശ് തിരിച്ചു കൊടുത്തു, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഞാൻ സാധനങ്ങൾ വിറ്റു, എൻ്റെ കച്ചവടം ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങളാണ് വിറ്റത്, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. കുറച്ച് റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷന് വേണ്ടി വാങ്ങിച്ചു, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. എൻ്റെ കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. കമ്പനി നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ റെൻ്റ് അടച്ചു, ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്.
അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നതിൽ നിന്നും ബിസിനസ് ട്രാൻസാക്ഷൻസ്, അതായത് മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. മോണിറ്ററി വാല്യൂ ഇല്ലാത്ത ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പം ഒരു എംപ്ലോയി എവിടെയൊക്കെയാണ്, നമ്മൾ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുകയാണ്, മോണിറ്ററി വാല്യൂ ഉണ്ടോ അതിന്? ഇല്ല. അവർക്ക് വേണ്ടി കുറച്ച് അവയർനെസ് കൊടുക്കുകയാണ്, മോണിറ്ററി വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പം മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ആദ്യം എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. എന്താ, ഏതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻസ്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്ത് വെച്ച് നോക്കുക. ചിലപ്പോൾ ഞാൻ എംപ്ലോയിക്ക് അയാൾ എൻ്റെ അടുത്ത് കാശ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അയാൾക്ക് കടം കൊടുത്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്, അത് എടുത്ത് നോക്കാം. മോണിറ്ററി ട്രാൻസാക്ഷനാണ്. പക്ഷേ ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? അല്ല, വിട്ടേക്കുക. ഇനി അടുത്തത്, ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, എൻ്റെ ബിസിനസ്സിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, എടുത്തു നോക്കുക. മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്, ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ? ആണ്. അങ്ങനെ ഓരോ മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനും ആദ്യം എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം, കണ്ടുപിടിക്കണം ഏതൊക്കെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ, മോണിറ്ററി വാല്യൂയിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. രണ്ടാമത്തെ എന്താണ്? അത് റെക്കോർഡ് ചെയ്യുക. എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അത് എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ആദ്യത്തെ, നമ്മൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ജേണൽ. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നാലും ഒന്ന് കേട്ടിരുന്നോ? ആദ്യം നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നത്? ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ആ ജേണലിൽ നോക്കിയിട്ട് ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് അത് ഏത് ലെഡ്ജറിലോട്ടാണോ മാറ്റേണ്ടത് അതനുസരിച്ച് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? സമ്മറൈസിങ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രയൽ ബാലൻസ്, നമ്മൾ ഓരോ ലെഡ്ജറിലെയും ഉള്ള ബാലൻസുകൾ എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനമാണ് എന്ത്? ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ റിസൾട്ടുകളെല്ലാം എടുത്ത് സമ്മറൈസ് ചെയ്യുക. ഇവിടെ ട്രയൽ ബാലൻസിലാണല്ലേ നമ്മൾ സമ്മറൈസ് ചെയ്തത്. അതിനുശേഷം അനലൈസിങ് ചെയ്യുക, ഇൻ്റർപ്രറ്റിംഗ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്ത് വഴിയാണ്? ട്രേഡിംഗ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലേ. അതിൽ വെച്ചല്ലേ നമ്മൾ ഓരോ സമ്മറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുന്നത്? ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം അതിനകത്തുനിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും? ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? യൂസേഴ്സിന്. ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. ഇതാണ് ശരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് കേൾക്കുമ്പോൾ, പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസുകളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നും ബിസിനസ് ട്രാൻസാക്ഷൻ, മണി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം അത് ഓരോ ലെഡ്ജറിലേക്കും ക്ലാസിഫൈ ചെയ്യുക. ദെൻ അത് ട്രയൽ ബാലൻസിലേക്ക് സമ്മറൈസ് ചെയ്യുക. ദെൻ ട്രേഡിംഗ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് വെച്ച് അത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതിനുശേഷം അത് ആവശ്യമുള്ള യൂസേഴ്സിലേക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ്, ഇൻറ്റേർണൽ യൂസേഴ്സ് ഒക്കെ ഉണ്ട്, അവരിലേക്ക് ഈ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്ത് ഈ റിസൾട്ട് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ AICPAയുടെ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെയാണ് ഈ ഗ്രാഫിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി നോക്കാം. ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ്, അക്കൗണ്ടിങ് എംബ്രൈസസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. എന്താ? നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചില്ലേ?
ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഒബ്ജക്റ്റീവാണ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫർമേഷൻ ടു യൂസേഴ്സ് എന്നുള്ളത്. സോ ഈ യൂസേഴ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതും ഒക്കെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കണം, കസ്റ്റമേഴ്സിനെ അറിയിക്കണം, ക്രെഡിറ്റേഴ്സിനെ അറിയിക്കണം. ഇവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് പ്രോഫിറ്റ് ആണോ ലാഭമാണോ എന്നൊന്ന് അറിഞ്ഞാൽ മതി, അതിനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത് ആവശ്യമുള്ള യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തെടുക്കുന്നത്. സോ ഈ യൂസേഴ്സിലേക്ക് ഈ റിസൾട്ടുകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഡെഫിനിഷനും പ്രോസസ്സും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനൊരു ഒരു ഓർഡർ തന്നെയുണ്ട്. ആദ്യം എന്താണ്, ഐഡൻറ്റിഫൈയിങ് ആണ്, ദെൻ റെക്കോർഡിംഗ് ആണ്, ദെൻ ക്ലാസിഫൈയിങ്, ദെൻ സമ്മറൈസിങ്, പിന്നെ അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇങ്ങനെ ഒരു 7ഓളം ഫങ്ഷൻസ് വരുന്നതാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ യൂസേഴ്സിലേക്ക് നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, അതായത് നമ്മുടെ യൂസേഴ്സിലേക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു 7 ഫങ്ഷൻ അത് എന്താണെന്നുള്ളത്, ഈ ഒരു 7 ഫങ്ഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫങ്ഷൻ തന്നെ എന്താ നമ്മൾ പറയുന്നത്, ഐഡന്റിഫൈയിങ് ആണ് അല്ലേ. ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്, ഐഡന്റിഫൈയിങ് ആണ്. എന്താ, ഐഡന്റിഫൈയിങ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഫ്രം ദ സോഴ്സ് ഡോക്യുമെന്റ്സ്. എന്താ സോഴ്സ് ഡോക്യുമെന്റ്സ്, അതാദ്യം പറയാം. സോഴ്സ് ഡോക്യുമെന്റ്സ് എന്താണെന്നുള്ളത്, നമുക്കിപ്പം ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും അല്ലേ. നമ്മൾ അതിന് ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കും, റെസിപ്റ്റ് കൊടുക്കത്തില്ലേ, അല്ലെങ്കിൽ നമ്മളൊരു സെയിൽ നടക്കും, നമ്മൾ എന്ത് കൊടുക്കും, വൗച്ചർ കൊടുക്കത്തില്ലേ. ഈ വൗച്ചറിൻ്റെയൊക്കെ ഇപ്പുറത്ത് നമ്മൾ ഇതുപോലുള്ളൊരു വൗച്ചർ, ഒരു ബില്ല് കൊടുക്കുമ്പോൾ നമുക്കറിയാം 2 പാർട്ട് കാണും. ഈ പാർട്ട് നമ്മളങ്ങ് കീറി കൊടുക്കും, ഇവിടെ ഇത് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. ഇതെന്താണ്, കൗണ്ടർ ഫോയിൽ ആണ് അല്ലേ. ഇത് നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. ഇതുപോലുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ബിസിനസ്സിൽ, അല്ലാതെ നമുക്കിങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമോ, അയ്യോ ഇന്നലെ എന്തൊക്കെയാണ് നടന്നതെന്ന് നമ്മുടെ ഓർമ്മശക്തിയിലെടുത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. ഇതുപോലുള്ള ഓരോ വൗച്ചേഴ്സ്, കൗണ്ടർ ഫോയിൽസ്, അങ്ങനെ റെസിപ്റ്റുകൾ, ഇങ്ങനെയുള്ള ഓരോ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു മാസം കൂടുമ്പോഴാണ് നമ്മൾ ഐഡന്റിഫൈ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു മാസവും നമ്മുടെ ഓർമ്മശക്തിയിൽ നിൽക്കുമോ, ഇല്ല. ഇതുപോലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഴ്സ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വൗച്ചേഴ്സ്, കൗണ്ടർ ഫോയിൽസ്, റെസിപ്റ്റുകൾ, ഇതിനകത്ത് നിന്നൊക്കെ നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പോൾ 7 ഫംഗ്ഷനിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സോഴ്സ് ഡോക്യുമെന്റ്സിൽ നിന്നും ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രം മതിയോ. രണ്ടാമത്തെ കാര്യം എന്താണ്, റെക്കോർഡിംഗ്. റെക്കോർഡിംഗ്. അപ്പോൾ എന്താ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് all business transactions which are identified in an orderly manner soon after their occurrence in the journal or subsidiary books. എന്താ അടുത്ത അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ, ഈ സോഴ്സ് ഡോക്യുമെന്റ്സിൽ നിന്നല്ല നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതെല്ലാം കണ്ടുപിടിച്ചു മതി, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, ഇല്ല. ഈ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും അതിൻ്റെ
ഓർഡർ അനുസരിച്ച് അതാത് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്താ, ഒരു സിസ്റ്റമാറ്റിക്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ഓരോ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഉണ്ടായിരിക്കും. അത് ഓർഡർ അനുസരിച്ച് ആദ്യം നടന്ന ട്രാൻസാക്ഷൻ ഏത്, അത് ആദ്യം റെക്കോർഡ് ചെയ്യുക. ഡേറ്റ് അനുസരിച്ച് ഒരു ഓർഡർലി മാനറിൽ അതിൻ്റെ ഒക്വറൻസ് അനുസരിച്ച്. ചിലപ്പം ഇന്ന് സെയിൽ നടന്നു, നാളെ ചിലപ്പോൾ ഒരു പർച്ചേസ് നടക്കും. അപ്പോൾ ആ ഒരു ഓർഡറിന് തന്നെ എഴുതുക. അല്ലാതെ പർച്ചേസിന് ശേഷം ഇന്ന് നടന്ന പർച്ചേസ് എഴുതിയതിന് ശേഷം ഇന്നലെ നടന്ന സെയിൽ എഴുതാൻ പറ്റത്തില്ല. ഓർഡറിന് തന്നെ എഴുതുക. ആ ഒരു ഒക്വറൻസ് നടന്ന ഓർഡറിന് അതാത് സബ്സിഡറി ബുക്കിലോ ജേണലിലോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പം ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം നമുക്കിവിടെ പറയാമല്ലോ, ജേണലിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏതാണ്, ജേണലാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക പ്രോപ്പറായിട്ട്, അതാത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതാത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏതാണ്, ജേണൽ. ആ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്താണ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫയിങ്. അപ്പം ഫസ്റ്റ് ഐഡൻറ്റിഫയിങ്, ദെൻ റെക്കോർഡിങ്, ആൻഡ് തേർഡ് വൺ ഈസ് ക്ലാസിഫയിങ്. എന്താ ക്ലാസിഫയിങ്? ദിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ classification of the recorded business transaction so as to group the transactions of similar type at one place, that is in ledger accounts. In order to verify the arithmetical accuracy of the account, trial balance is prepared. ഓക്കെ, അപ്പോൾ ക്ലാസിഫൈങ് എന്താ, നമ്മൾ ജേണലിൽ ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ. ഓരോ നടന്ന ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് നിരത്തി പിടിച്ച് എഴുതി വെച്ചേക്കുവാണ്. പക്ഷേ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓരോ ട്രാൻസാക്ഷൻസും പല പല നേച്ചറിലുള്ളതായിരിക്കും. ചിലതിന് ക്രെഡിറ്റ് ആയിരിക്കും, നമ്മൾ കടത്തിനായിരിക്കും വാങ്ങിച്ചിട്ടുള്ളത്. ചിലത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും വാങ്ങിച്ചിട്ടുള്ളത്. ചിലത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അസറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അങ്ങനെ പല 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 നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഒരു ലെഡ്ജറിനകത്ത് എഴുതി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്രെഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ ഈ ജേണൽ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് എല്ലാം കിടപ്പുണ്ട്. ഇതിനകത്ത് എവിടുന്ന് ആ ക്രെഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പോൾ എന്താ, നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാം ഒന്ന് ക്ലാസിഫൈ ചെയ്യും. ഓരോ നേച്ചറിലുള്ള ഓരോ ട്രാൻസാക്ഷൻസിനും അതാത് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പം ക്രെഡിറ്റ് നേച്ചറുള്ള ഒരു പർട്ടിക്കുലർ ക്രെഡിറ്ററിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് ആ ക്രെഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യും. അങ്ങനെ ഓരോ നേച്ചർ, അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും നേച്ചർ അനുസരിച്ച് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സിമിലർ ടൈപ്പിലുള്ള അല്ലെങ്കിൽ സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരെണ്ണത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ട്. ഇപ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ക്യാഷ് ലെഡ്ജർ നോക്കിയാൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെഡ്ജർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും എടുത്തതിന് ശേഷം അത് റെക്കോർഡ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷൻസും അതാത് നേച്ചറിലുള്ള സിമിലർ ടൈപ്പ് ആയിട്ടുള്ളതെല്ലാം ഒരു പ്ലേസിലേക്ക്, നമുക്കറിയാലോ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതേ അങ്ങനെയാണ്. അപ്പോൾ അതാത് ലെഡ്ജറിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതും. അതിനുശേഷം ഇത് നമ്മളിങ്ങനെ ചെയ്തതെല്ലാം ശരിയാണോ, നമ്മളെല്ലാം പ്രോപ്പറായിട്ടുള്ള ലെഡ്ജറിലൊക്കെ ആണോ തന്നെ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതെല്ലാം ശരിയായിട്ടാണോ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യമാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ട്രയൽ ബാലൻസിലേക്ക് എൻ്റർ ചെയ്യും. അവസാനം ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത് കേട്ടോ. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം ബാലൻസ് ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം ശരിയാണെന്നാണ് അർത്ഥം.
ഓക്കെ, അപ്പം നമ്മുടെ ഈ അക്കൗണ്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്തതിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് എന്ത്? ട്രയൽ ബാലൻസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, അരിത്തമെറ്റിക്കൽ ആക്യുറസി, നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഫംഗ്ഷൻ ഇതാണ് ക്ലാസിഫയിങ്. ക്ലാസിഫയിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോന്നും അതാത് നേച്ചർ അനുസരിച്ച് ഓരോരോ ലെഡ്ജറിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതുക. അതിനുശേഷം ഈ ലെഡ്ജറിൻ്റെ എല്ലാം ബാലൻസുകൾ ട്രയൽ ബാലൻസിലേക്ക് മാറ്റുക. ഓക്കെ, അതിനുശേഷമാണ് സമ്മറൈസിങ് വരുന്നത്. ഓക്കെ, സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രം ദ ട്രയൽ ബാലൻസ് ആർ യൂസ്ഡ് ടു പ്രിപ്പയർ profit and loss account and balance sheet in a manner useful to the users of accounting information. ഇതിന് ശേഷം നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. എന്താണ്? നമ്മൾ ഈ ട്രയൽ ബാലൻസിൽ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ എന്ത് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്താണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഓപ്പറേഷനിൽ നിന്നും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സമ്മറൈസിങ്ങിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അനലൈസിങ്. അനലൈസിങ് എന്താ ചെയ്യുന്നത്? ഇറ്റ് എസ്റ്റാബ്ലിഷസ് the relationship between the items of the profit and loss account and the balance sheet. The purpose of analyzing is to identify the financial strength and weakness of the business. It provides the basis for information. നമ്മൾ സമ്മറൈസ് ചെയ്ത സമയത്ത് ട്രയൽ ബാലൻസിൽ നിന്നുള്ള ബാലൻസ് എല്ലാം എടുത്ത് നമ്മൾ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ P&L കണ്ടുപിടിച്ച് വെച്ചു, നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിച്ചു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടുപിടിച്ച് വെച്ചു. ഇത് ചുമ്മാ വെച്ചോണ്ടിരുന്നാൽ മതിയോ? ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും നാൾ ഈ നടത്തിയ ഓപ്പറേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണിത്. ഇതിനകത്തുനിന്ന് നമുക്ക് ഇത്രയും പ്രോഫിറ്റാണ് കിട്ടിയത്. എന്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോയി? അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വന്നു? എന്താണ് എന്തൊരു പർട്ടിക്കുലർ ഫാക്ടർ കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയത്? അപ്പം നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും നമുക്ക് അറിയണമെങ്കിൽ ഇത് ചുമ്മാ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഇതിനകത്ത് നമ്മൾ എന്ത് നടത്തണം? അനാലിസിസ് നടത്തണം. എന്തുകൊണ്ട് നമുക്ക് നഷ്ടം സംഭവിച്ചു? എന്തുകൊണ്ടാണ്? എന്ത് ഫാക്ടറാണ് നമുക്ക് ചിലവ് കൂടുതൽ കൊണ്ടുവന്നത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചിലവ് കൂടുതലായിട്ടുണ്ടോ? ഏതിനകത്തു നിന്നാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടിയിട്ടുള്ളത്? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് നടത്തണം, അനലൈസ് ചെയ്യണം. ചുമ്മാ വെച്ചോണ്ടിരുന്നാൽ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അനലൈസിങ്. ഇതിനകത്ത് എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലെയും ഓരോ ഐറ്റത്തിൻ്റെയും റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഐറ്റവും നമുക്ക് ലാഭമാണോ കൊണ്ടുവന്നത്, നഷ്ടമാണോ കൊണ്ടുവന്നത്, നമുക്കത് നല്ലതിനായിരുന്നോ, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് എന്തെങ്കിലും മോശം സംഭവിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ അനലൈസ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്? It is concerned with explaining the meaning and significance of the relationship so established by the analysis. Interpretation should be useful to the user so as to enable them to take correct decisions. എന്താ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്നുള്ളത്. ഇത് നമ്മൾ ഇതുവഴി അനാലിസിസ് വഴി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, മറ്റുള്ള യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താ? നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഇതാണ്, നമുക്ക് അക്കൗണ്ടിങ്ങിലായിട്ട് നോളജ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്കിതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക്
ചിലപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കണ്ടാൽ ഒന്നും മനസ്സിലാവണം എന്നില്ല. ഒരു അക്കൗണ്ട് എടുത്ത് കാണിച്ചാൽ ഇതാണ് ഞങ്ങളുടെ ബിസിനസ് എന്ന് കാണിച്ചാൽ ചിലപ്പം ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക്, അയാൾ ചിലപ്പോൾ സയൻസ് പഠിച്ച ആളാണെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാവുക? അപ്പം അയാൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കണം. ഞങ്ങളുടെ ബിസിനസ്സിൽ ഇതൊക്കെയാണ് സംഭവിച്ചത്, ഇതാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതാണ് ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതാണ് ഞങ്ങളുടെ വീക്ക്നെസ്, ഇതാണ് ഞങ്ങളുടെ ഇന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ആസ്പെക്റ്റ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, ഞങ്ങളുടെ ബിസിനസ്സിൽ ഇതാണ് ഇമ്പോർട്ടൻസ് എന്ന് ആവശ്യമായിട്ടുള്ള യൂസേഴ്സിൻ്റെ അടുത്തേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ്. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള യൂസേഴ്സിന്, ചിലപ്പം യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, നമുക്ക് കാശ് തരാൻ നിൽക്കുന്നവരായിരിക്കാം, ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ളവരിലേക്ക് നമ്മളിത് ഇൻ്റർപ്രറ്റ് ചെയ്ത് എത്തിച്ചാൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ. ഇവർക്ക് കടം കൊടുക്കണോ, കൊടുത്താൽ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നാശമാണോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കുമോ, ഇതൊക്കെ അറിയണമെങ്കിൽ അവർക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്താലേ അവർക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ ഇതാണ് ഞങ്ങളുടെ P&L അക്കൗണ്ട്, ഇത് വെച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അവർക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആൻഡ് അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഫൈനൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് communicating. The result obtained from the summarized, analyzed and interpreted information are communicated to the interested parties. എന്താ, നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ള യൂസേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഫൈനൽ ഫംഗ്ഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്, അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈയിങ്. ആ ഒരു ഓർഡറിൽ ഓർക്ക് ഐഡൻറ്റിഫൈ ചെയ്തു, ദെൻ ഐഡൻറ്റിഫൈ ചെയ്തതെല്ലാം റെക്കോർഡ് ചെയ്തു, ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ റെക്കോർഡ് ചെയ്തതെല്ലാം അതാത് അക്കൗണ്ടിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് ലെഡ്ജറിലേക്കാണ്. അതിനുശേഷം ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്തതിന് ശേഷം സമ്മറൈസ് ചെയ്യുന്നതിന് നമ്മൾ P&L ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു അനാലിസിസ് നടത്തും. അനാലിസിസിന് ശേഷം ആ അനാലിസിസിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കും. അതിനുശേഷം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ യൂസേഴ്സിലേക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എത്തിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ഫങ്ഷൻസ് നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഇൻഫോർമേഷൻ നമ്മുടെ യൂസേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി യൂസേഴ്സിലേക്ക് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എത്തിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? അപ്പം ഇനി ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് എന്ന് നമ്മൾ അറിയേണ്ടത്? നമ്മൾ ഇത്രയും നേരം ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഫങ്ഷൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, പ്രോസസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു, എപ്പോഴും പറഞ്ഞു അക്കൗണ്ടിങ് ആവശ്യമായിട്ടുള്ള യൂസേഴ്സിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് യൂസേഴ്സ് എന്ന് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? അപ്പം നമുക്കിനി അത് നോക്കാം. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് is to provide information which is useful for persons and groups inside and outside the ഓർഗനൈസേഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് നമ്മൾ ഒബ്ജക്റ്റീവ് പഠിച്ച സമയത്തും പറഞ്ഞതാണല്ലേ, ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫോർമേഷൻ ടു യൂസേഴ്സ് എന്ന്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ പേഴ്സൺസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ളിലുള്ളവർക്കോ ഓർഗനൈസേഷന് പുറത്തുള്ളവർക്കോ ആർക്കാണോ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഓർഗനൈസേഷന് അകത്തുള്ളവരുമാവാം, ഓർഗനൈസേഷന് പുറത്തുള്ളവരുമാവാം. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള യൂസേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഇൻസൈഡ് ഓർഗനൈസേഷനും വരുന്നുണ്ട്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനും വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? രണ്ട് ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ബിസിനസ് ഇൻഫോർമേഷന് ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പം നമുക്ക് രണ്ട് കാറ്റഗറിയാണുള്ളത്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അപ്പം അതിനകത്തെ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഇന്റേണൽ യൂസേഴ്സിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? ചിലപ്പം ഓപ്ഷൻസിനകത്ത് ഒരു
4 യൂസേഴ്സിനെ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് എക്സ്റ്റേണൽ യൂസർ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇന്റേണൽ യൂസറും എക്സ്റ്റേണൽ യൂസറും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കാം. ഇന്റേണൽ യൂസേഴ്സ് ആർ ദോസ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് who are within the organization like owners, management, employees and trade unions. ആരാണ് ഇന്റേണൽ യൂസേഴ്സ്? വായിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലേ, നമ്മുടെ ഓർഗനൈസേഷന് ഉള്ളിലുള്ള ആൾക്കാരെയാണ്. നമ്മുടെ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്നതാവാം, ഓർഗനൈസേഷൻ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരാവാം. അങ്ങനെ നമ്മുടെ ബിസിനസ്സിനകത്തുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓണേഴ്സ് ആവാം, മാനേജ്മെന്റ് ആവാം, എംപ്ലോയീസ് ആവാം, ട്രേഡ് യൂണിയൻസ് ആവാം. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സിനുള്ളിലുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ യൂസേഴ്സ്. അപ്പം മേജർ ആയിട്ടുള്ള ഇന്റേണൽ യൂസേഴ്സ് ആരാണ്? ഓണേഴ്സ്. ഫസ്റ്റ് തന്നെ ഓണേഴ്സ്. പിന്നെന്താണ്? നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മാനേജ്മെന്റിലുള്ള ആൾക്കാർ. പിന്നെ നമ്മുടെ എംപ്ലോയീസിൽ നിന്ന് തന്നെ ട്രേഡ് യൂണിയൻസിലുള്ള ആൾക്കാർ. ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ യൂസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തെന്ന് ആരാ പറയുന്നത്? ഓണേഴ്സ് ആണ്. ഓണേഴ്സിന് എന്തിനാണ് ഈ ഇൻഫോർമേഷൻ? അത് ആദ്യം ഒന്ന് പറയൂ. ഫസ്റ്റ് ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓണേഴ്സ് തന്നെയാണ്. ഓണേഴ്സിന് എന്തിനാണ് സത്യത്തിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻ? അവർക്കറിയണമല്ലേ, അവർ ഈ ബിസിനസ് എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ഇവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണ്ടേ, എങ്കിലല്ലേ ഇത് കെട്ടിപ്പൂട്ടണോ ഇനിയും കൊണ്ടുപോകണോ എന്ന് അറിയണമെങ്കിൽ അവർക്ക് എന്തറിയണം? ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിലും ചെറിയൊരു നഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ, അടുത്ത വർഷം ഇത് പിടിച്ചെടുക്കാം എന്നൊക്കെ അറിയണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ അക്കൗണ്ടിങ് വേണം, ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വേണം. അല്ലാതെ ചുമ്മാ അങ്ങ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? അവർക്ക് എന്തറിയണം? അവരുടെ പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് അറിയണം. അവർക്ക് ഇപ്പോഴത്തെ നിലവിൽ ആ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ചെയ്ത് അതിനകത്ത് നിന്ന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. സോ ഓണേഴ്സിന് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ബിസിനസ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റി അറിയണമെങ്കിലും അവർക്ക് അവരുടെ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ പറ്റി അറിയണമെങ്കിലും എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സിന് എന്താണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കൊണ്ടുള്ള യൂസ്? അവരുടെ ബിസിനസ്സിന്റെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇനി രണ്ടാമത്തെ ഇന്റേണൽ യൂസർ എന്ന് പറയുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ് അല്ലേ. മാനേജ്മെന്റിന് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ? അവർക്ക് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ വേണം. അവർക്ക് ചുമ്മാ അങ്ങ് ഓരോ തീരുമാനം എടുക്കാൻ പറ്റുമോ? അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്ത് P&L ബാലൻസ് ഷീറ്റും വെച്ചിട്ടായിരിക്കും അവർ പറയുന്നത് കഴിഞ്ഞ വർഷം നഷ്ടം ഉണ്ടാവാനുള്ള കാര്യം ഇതാണ്, അപ്പോൾ അത് നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവർക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഇത്രയും രൂപ ചെലവാക്കി, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് വന്നത് ഇലക്ട്രിസിറ്റി ചാർജാണ്, അത് കുറയ്ക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ അറിയണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വേണ്ടേ? അപ്പോൾ മാനേജ്മെന്റിന് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ? കറക്റ്റായിട്ട് ബിസിനസ് എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ബിസിനസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് എന്തെടുക്കണം? ഡിസിഷൻസ്. എങ്ങനെയുള്ള ഡിസിഷൻസ്? ആപ്റ്റായിട്ടുള്ള, പ്രോംപ്റ്റ് ആയിട്ടുള്ള, അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അവർക്ക് എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അല്ലാതെ ചുമ്മാ ഒരു ദിവസം വന്നൊരു തീരുമാനം അങ്ങ് എടുക്കാൻ പറ്റുമോ? ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓരോ ദിവസം വന്ന് ഓരോ തീരുമാനം അങ്ങ് എടുത്താൽ മതിയോ? പോരാ. അവർ ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ് അവർ ഓരോ തീരുമാനം എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ കാര്യം ഇന്നൊരു കാര്യമാണ്, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ളൊരു തീരുമാനം അവർക്ക് എടുക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്ഥിതിഗതികൾ അവർക്ക് അറിയണ്ടേ? അപ്പോൾ മാനേജ്മെൻറ്റിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ബിസിനസ് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ടേക്ക് പ്രോംപ്റ്റ് ഡിസിഷൻ ടു മാനേജ് ദ ബിസിനസ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ രണ്ടാമത്തെ ഇന്റേണൽ യൂസർ ആരാണ്? മാനേജ്മെന്റ് ആണ്. അവർക്ക് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ഇന്റേണൽ യൂസേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും ആണ്. അവർക്ക് എന്തിനാ സത്യത്തിൽ ഇത്? അവർക്ക് എംപ്ലോയീസിന്, ഇപ്പം ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്, എനിക്കെന്തിനാ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്കെന്തിനാ ആ കമ്പനിക്ക് ഒരുപാട് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ട്?
അറിയണം നമ്മുടെ റെമ്യൂണറേഷൻ നമുക്ക് ഫെയർ ആയിട്ടാണോ കിട്ടുന്നത്. ഇത്രയും ലാഭമുള്ള ഒരു കമ്പനി നമുക്ക് ഇത്രയും കുറച്ച് ശമ്പളം തരുന്നത് എന്തിനാ? ചിന്തിക്കത്തില്ലേ നമ്മൾ? ഓക്കെ, നമ്മളും കൂടി ജോലി ചെയ്തിട്ടല്ലേ ഇവർക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബോണസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ നമ്മൾ എംപ്ലോയീസിനും ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമല്ലേ? അവർക്കൊരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ റെമ്യൂണറേഷനും ബോണസും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ ആപ്റ്റായിട്ടാണോ നമുക്ക് തരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എംപ്ലോയീസിനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. സോ മൂന്നാമത്തെ ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസിന് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യം? To form judgment about the earning capacity of the business since their remuneration and bonus depend on it. എന്താ, അവരുടെ റെമ്യൂണറേഷനും ബോണസും ഒക്കെ ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു ജഡ്ജ്മെൻ്റ് എടുക്കണമെങ്കിലും അവർക്ക് ഈ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമാണ്. കാരണം ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ബോണസ് ആപ്റ്റ് ആണോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെ മനസ്സിലാക്കാനാണ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യം. സോ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളതെന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേർണൽ യൂസേഴ്സും. ഓക്കെ, ഇതിനകത്ത് ഇൻറ്റേർണൽ യൂസേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞത് ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, ദെൻ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും ആണ്. ഓക്കെ, ഇതുകൊണ്ട് നമ്മുടെ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ പോർഷൻ കഴിഞ്ഞു. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സ് ഒരുപാട് പേര് കാണും. ഇന്റേണൽ പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിനുള്ളിൽ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആൾക്കാർ കാണും. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്? എക്സ്റ്റേണൽ. സെക്കൻഡ് കാറ്റഗറിയാണേ എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണെന്ന് നോക്കാം. External users are those individuals or groups who are outside the organization like creditors, investors, banks and other lending institutions, present and potential investors, government, tax authorities, regulatory agencies and researchers. എന്താ? ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരാണ്. അതായത് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന ആൾക്കാരോ ഒന്നുമല്ല, ബിസിനസ്സിന് പുറമേ നിന്നുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ ഈ ബിസിനസ്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് കടം തരുന്ന ആൾക്കാർ, അവർ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. പക്ഷേ അവർ കടം തരുന്നതിന് മുമ്പ് നമ്മുടെ ബിസിനസ് നല്ല രീതിക്കാണോ മുന്നോട്ട് പോകുന്നതെന്ന് അവർ നോക്കത്തില്ലേ. അതുപോലെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലും. ബാങ്ക് എന്ത് ചെയ്യും? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നോക്കും. എങ്കിലല്ലേ ലോൺ തരണോ വേണ്ടതെന്ന് തന്നെ അവർക്ക് ആലോചിക്കാൻ പറ്റും. പിന്നെ അതുപോലുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻവെസ്റ്റേഴ്സ് എന്താ, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വിഡ്രോ ചെയ്യണോ വേണ്ടയോ, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ അവർക്കും അറിയണം. ഗവൺമെൻറ്റും ടാക്സ് അതോറിറ്റീസും ഇവർ പ്രോപ്പറായിട്ടാണോ ടാക്സ് അടയ്ക്കുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ അവർക്കും ആവശ്യമാണ്. ഇതുപോലുള്ള കുറേ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എക്സ്റ്റേണൽ യൂസേഴ്സിനെയും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണ്? ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ് ആൻഡ് അതർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ് ആൻഡ് അതർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് കടം തരുന്ന ആൾക്കാരല്ലേ. നമ്മൾക്കിപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് റെഡി ക്യാഷ് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങും. ബിസിനസ്സിൽ അതൊക്കെ സർവ്വസാധാരണമാണ്. ഒന്നുകിൽ ചിലപ്പോൾ പുറത്തു നിന്നുള്ള വലിയ ആൾക്കാരുടെ അടുത്തു നിന്നായിരിക്കും കടം വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, അല്ലെങ്കിൽ ബാങ്ക് അല്ലാതുള്ള മറ്റുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ലോൺ മേടിക്കും. ഇങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ്. അങ്ങനെയൊക്കെ തന്നെയാണ് ബിസിനസ് ഫംഗ്ഷൻസ് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കടം വാങ്ങിച്ച് ഇപ്പം എല്ലാവരും റെഡി ക്യാഷും കൊണ്ടാണോ ബിസിനസ് നടത്തുന്നത്? അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കടം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കടം വാങ്ങിക്കാൻ പോവുകയാണ്. ഞാനൊരു ക്രെഡിറ്ററിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, എനിക്ക് കടം തരാനായിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുകയാണ്, അല്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് ലോൺ മേടിക്കുകയാണ്. ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ആവശ്യമാണുള്ളത്, എനിക്കത് കടമായിട്ട് തരണം എന്ന് പറയുമ്പോൾ അവർ ചുമ്മാ ഇങ്ങ് എടുത്തു തരൂ. അവരെന്ത് ചെയ്യും?
നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യും. ഇവരുടെ ബിസിനസ് നല്ല രീതിക്കാണോ മുന്നോട്ട് പോകുന്നത്, പ്രോഫിറ്റ് ആണോ ഇവർക്കുള്ളത്, ഇവരുടെ ബിസിനസ്സിന്റെ പൊസിഷൻ ഇപ്പം എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഞാൻ ഇത്ര ലക്ഷം രൂപ കടം കൊടുത്താൽ എത്ര നാൾക്കുള്ളിൽ ഇവർ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്, അത് എനിക്ക് തിരിച്ചു കിട്ടുമോ, ഇവർ കറക്റ്റായിട്ടൊക്കെ തന്നെ ഇവർ അടയ്ക്കുമോ, ഇതൊക്കെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇവർ തരത്തുള്ളൂ. അല്ലാതെ എനിക്കൊരു 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെ എടുത്തു തരുവാണോ ചെയ്യുന്നത്? അല്ല, ഇതെല്ലാം നോക്കിയതിന് ശേഷമേ ഇവരെനിക്ക് കടം തരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ ഇൻഫോർമേഷൻ നമ്മൾ ഇവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തെല്ലാം സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം ഇത് ക്രെഡിറ്റേഴ്സിനും ബാങ്കിനും എല്ലാം ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് അവരിതെല്ലാം മനസ്സിലാക്കുന്നത്. അല്ലാതെ അവർ വന്നിട്ട് ഒരു മാസം ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിൽക്കാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടതിന് ശേഷം ഞാൻ ലോൺ തരണോ വേണ്ടോ എന്ന് ആലോചിക്കാം എന്നാണോ പറയുന്നത്? അല്ല, കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അത് നോക്കിയിട്ട് നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവർ തരുമോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് എക്സ്റ്റേണൽ യൂസർ ആരാണ്? ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവർക്ക് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ? എന്തിനാണ്? നമുക്ക് അവർ ഇതുപോലെ ലെൻഡ് ചെയ്യുമ്പോൾ, അതായത് അവർ നമുക്ക് കടം തരുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് സമയത്ത് തിരിച്ചടയ്ക്കുമോ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ലിക്വിഡിറ്റി ഉണ്ടോ, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ അവരത് തരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സ്റ്റേണൽ യൂസർ എന്ന് പറയുന്നത് ക്രെഡിറ്റ്. രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ്, നിലവിൽ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് എന്തിനാ നമ്മുടെ എന്തായാലും അവർ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ എന്തിനാ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ വേണം? നമ്മുടെ പൊസിഷൻ, നമ്മുടെ പ്രോഗ്രസ്, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അവർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റിയിലാണോ ഇരിക്കുന്നത്, സേഫ് ആണോ, അല്ലെങ്കിൽ അവർക്കത് വിഡ്രോ ചെയ്തുകൊണ്ട് പൊക്കൂടെ? സേഫ് അല്ല എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ തന്നെ കാണുമല്ലോ, എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തല്ലോ എന്നും പറഞ്ഞ് നമുക്കങ്ങ് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ കാശ് കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണ്. അവരുടെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് എപ്പോഴും അറിയണം. അവരുടെ ബിസിനസ് പ്രോഗ്രസ്സിലാണോ, പ്രോഗ്രസ്സിലല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോഗ്രസ്സിലേക്ക് വരും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? പ്രോഗ്രസ്സിലല്ല, ഓരോ മാസം കഴിയും തോറും ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യും അല്ലേ. അപ്പോൾ ഇപ്പം നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ബിസിനസ്സിന്റെ പൊസിഷൻ അറിയാൻ, നമ്മുടെ ബിസിനസ്സിന്റെ പ്രോഗ്രസ് അറിയാൻ. എങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. സോ അവർക്കും എന്താവശ്യമാണ്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. സോ രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണ്? പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്തിനാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ടു നോ ദ പൊസിഷൻ, പ്രോഗ്രസ് ആൻഡ് prosperity of the business in order to ensure the safety of their investment. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്കും നമ്മുടെ ബിസിനസിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണ്ടേ. ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുവാണ്, നഷ്ടമാണ്, എങ്കിലും കുഴപ്പമില്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. നമ്മുടെ ബിസിനസ്സിന്റെ പ്രോഗ്രസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കഴിഞ്ഞ 4 വർഷമായിട്ട് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വേണ്ട, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തോ കിട്ടാനാ? ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കഴിഞ്ഞ 4 വർഷമായിട്ട് നല്ല പ്രോഫിറ്റിൽ വന്നുകൊണ്ടിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാം, അവിടുന്ന് നമുക്ക് എന്തായാലും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എന്തിനാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യം? അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാനാണ് അവർക്ക് ആ ഇൻഫർമേഷൻ ആവശ്യം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എന്തിനാണ്? ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ് ഓർ നോട്ട്. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കത് ആവശ്യം. ദെൻ അടുത്ത എക്സ്റ്റേണൽ യൂസർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആൻഡ് ടാക്സ് അതോറിറ്റീസ്. അവർക്ക് എന്തിനാണ്?
ബിസിനസ് കൊണ്ടുവന്ന് ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ടാണോ അടയ്ക്കുന്നത്? അല്ലെങ്കിൽ ഇത്ര രൂപ ഇവർക്ക് ടാക്സ് ഉള്ളോ? ഇനി ഇവരുടെ ബിസിനസ് നല്ല രീതിയിലാണല്ലോ, നല്ല പ്രോഫിറ്റ് ഒക്കെ ആണല്ലോ, ഇവർ പ്രോപ്പറായിട്ടാണോ അടയ്ക്കുന്നത്, അതോ ഇവർ വല്ല വെട്ടിപ്പ് നടത്തുന്നുണ്ടോ? ഇതൊക്കെ അറിയണമെങ്കിൽ ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനുമൊക്കെ ഇവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയണം അല്ലേ? എന്തിനാ ഈ ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനും ഒക്കെ അറിയുന്നത്? ആ ബിസിനസ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് അവർക്ക് അറിയണമെങ്കിൽ, ടാക്സ് ലയബിലിറ്റി അവർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിൻ്റെ ഏർണിങ്സിനെ പറ്റി അറിയണം അല്ലേ? ഇവർക്ക് എത്ര രൂപ ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് അറിയണമെങ്കിൽ ഇവർക്ക് എത്ര രൂപ ഏർണിങ്സ് ഉണ്ടെന്നും അറിയണമല്ലോ. അതറിഞ്ഞാലല്ലേ ഇത്ര രൂപ ഏർണിങ്സ് ഉണ്ടായാലല്ലേ അതിൻ്റെ ഇത്ര ശതമാനമല്ലേ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അവർക്ക് എന്തറിയണം? ഗവൺമെൻറ്റിനാണെങ്കിലും ടാക്സ് അതോറിറ്റീസിനാണെങ്കിലും ബിസിനസ്സിൻ്റെ ഏർണിങ്സിനെ പറ്റിയിട്ടും അതിൻ്റെ ചിലവുകളെ പറ്റിയിട്ടും ഒക്കെ അറിയണം. എങ്കിൽ മാത്രമേ ഇവർ ഈ അടയ്ക്കുന്ന ടാക്സ് എല്ലാം കറക്റ്റാണോ എന്ന് ഇവർക്ക് അറിയാൻ പറ്റൂ. സോ ഗവൺമെൻറ്റിനും ടാക്സ് അതോറിറ്റീസിനും എന്താവശ്യമാണ്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. To know the earnings in order to assess authorities the tax liabilities of the business. അടുത്തത് റെഗുലേറ്ററി ഏജൻസീസ്. എന്താ റെഗുലേറ്ററി ഏജൻസീസ്? നമ്മുടെ ബിസിനസ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ബിസിനസ് കുറേ ഇപ്പം നമ്മൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ കുറേ ബിസിനസ്സുമായിട്ടും ഓരോ ബിസിനസ്സുകൾ നടത്തുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റീസ് കാണും ഇല്ലേ? അതിനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസീസ് കാണും. അവർക്കും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. കാരണം നമ്മൾ പറയുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെയാണോ അവർ ബിസിനസ് നടത്തിക്കൊണ്ടുപോയി അവർ വരുമാനം ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള റെഗുലേറ്ററി ഏജൻസീസിനും എന്താവശ്യമാണ്? ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ആൻഡ് ഫൈനലി റിസർച്ചേഴ്സിന് എന്തിനാണ്? അവരുടെ റിസർച്ച് വർക്കുകൾ നടത്താൻ. ഇപ്പോൾ പല തരത്തിലുള്ള റിസർച്ച് വർക്കുകൾ പല ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ റിസർച്ച് വർക്ക് നടത്തിക്കൊണ്ട് പോകാൻ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ അവർക്കത് എടുക്കാം ഇല്ലേ? അപ്പോൾ അതാണ് മറ്റൊരു എക്സ്റ്റേണൽ യൂസർ. ഇപ്പം നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് പഠിച്ചു. ഇന്റേണൽ യൂസേഴ്സിൽ അധികം ആൾക്കാരൊന്നും വരില്ല. ആരൊക്കെയാ? ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസേ വരത്തുള്ളൂ. എക്സ്റ്റേണൽ യൂസേഴ്സിൽ ആരൊക്കെ വരും? ഒരുപാട് ആൾക്കാർ വരും അല്ലേ? ക്രെഡിറ്റേഴ്സ് വരും, ബാങ്ക് വരും, മറ്റുള്ള ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, പിന്നെ ആരാ? പ്രസന്റ് ഇൻവെസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെന്റ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് വരും, റെഗുലേറ്ററി ഏജൻസീസ് വരും, റിസർച്ചേഴ്സ് വരും, ഫൈനലി കസ്റ്റമേഴ്സ് വരും. കസ്റ്റമേഴ്സിന് വേണമെങ്കിലും അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ത് വരും? എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരും. ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തരും. അതിനകത്ത് ഒരാൾ ചിലപ്പോൾ ഇന്റേണൽ യൂസർ ആയിരിക്കും. ഐഡന്റിഫൈ ദ ഇന്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം ആരാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു തന്നത്. ചുമ്മാ കേട്ടിരിക്കുകയല്ല, നിങ്ങളത് മനസ്സിലാക്കണം എന്താണ്, ആരാണ് ഇന്റേണൽ, ആരാണ് എക്സ്റ്റേണൽ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഇന്ന് അക്കൗണ്ടിങ്ങിൻ്റെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഫൺ കോൾഡ്? നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന് ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ്ങിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ്, സയൻസ് ഓഫ് ടാക്സേഷൻ, ആർട്ട് ഓഫ് മാനേജ്മെന്റ്, ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇതെല്ലാം കേൾക്കുമ്പോഴും ചിലപ്പോൾ ഇതെല്ലാം ആണല്ലോ എന്നും തോന്നും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ഭാഷയാണ്, ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who is known as the father of financial accounting? ആരാണ് ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? നമ്മൾ പറഞ്ഞു
നമ്മുടെ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ലുക്ക പാസിയോളി ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഫാദർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, മിൽട്ടൺ ഫ്രൈഡ്മാൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഫാദർ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആരാണ്, ലൂക്ക പാസിയോളി. ഹിസ് എൻ ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യൻ. അദ്ദേഹമാണ് എന്ത്, നമ്മുടെ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഫാദർ ഓഫ് ബുക്ക് കീപ്പിംഗ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ലൂക്ക പാസിയോളി. ആൻസർ ഓപ്ഷൻ സി, ലൂക്ക പാസിയോളി. Next, according to the American Institute of Certified Public Accountants, AICPA, നമ്മുടെ ഡെഫിനിഷൻ, അക്കൗണ്ടിങ് ഇൻവോൾവ്സ്, നമ്മുടെ AICPAയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അക്കൗണ്ടിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, റെക്കോർഡിംഗ് വരുന്നുണ്ട്, ക്ലാസിഫൈങ് വരുന്നുണ്ട്, അതിനുശേഷം സമ്മറൈസിങ്ങും വരുന്നുണ്ട്, ഇന്റർപ്രറ്റിംഗും വരുന്നുണ്ട് ഇല്ലേ. സോ ഇവിടെ എന്താണ്, ഓൺലി റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിങ്ങിനെ പറ്റി മാത്രമേ ആ ഡെഫിനിഷനിൽ പറയുന്നുള്ളൂ. അല്ല, റെക്കോർഡിങ്ങിനെ പറ്റി മാത്രമല്ല, സമ്മറൈസിങ്ങിനെ പറ്റി മാത്രമല്ല, ഇവാലുവേറ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ് അതിനെ പറ്റിയുമല്ല പറയുന്നത്. എന്തിനെ പറ്റിയിട്ടാ, ഫിനാൻഷ്യൽ ഡേറ്റയുടെ റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ പറ്റിയിട്ടാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ 4 ഒബ്ജക്റ്റീവാണ് പഠിച്ചത്. ഈ താഴെ തന്നിരിക്കുന്നതിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്തറിയണം, 4 ഒബ്ജക്റ്റീവും എന്താണെന്ന് അറിയണം. എന്തൊക്കെയായിരുന്നു 4 ഒബ്ജക്റ്റീവ്? 1, അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. 2, എന്താണ്, നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. 3, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുക. 4, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ 4 എന്താണ് ഒബ്ജക്റ്റീവാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ ടു മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നേ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് തന്നെ അതായിരുന്നു. ടു ഡിറ്റർമിൻ മാർക്കറ്റ് ഷെയർ ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവേ അല്ല. ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ടു കമ്മ്യൂണിക്കേറ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു യൂസേഴ്സ് ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. സോ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ടു ഡിറ്റർമിൻ മാർക്കറ്റ് ഷെയർ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ പല ഫംഗ്ഷൻസും പഠിച്ചു അല്ലേ. ആ പല ഫംഗ്ഷൻസും പഠിച്ചതിൽ നമ്മൾ ആദ്യം പഠിച്ച ഫംഗ്ഷൻ എന്താണ്? മൊത്തം 7 ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? ഐഡന്റിഫൈയിങ്, ദെൻ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ് ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇങ്ങനെ ഒരു 7 ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. അതിനകത്ത് ആദ്യത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? മോണിറ്ററി വാല്യൂ ഉള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? ഐഡന്റിഫൈയിങ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ നമ്മൾ സമ്മറൈസ് ചെയ്യും. ദെൻ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ആണോ? അല്ല. ഐഡന്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. സമ്മറൈസിങ് അല്ല, പ്രിപ്പയറിംഗും അല്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഐഡന്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇനി ഇന്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഹെൽപ്സ് യൂസേഴ്സ്. എന്താ, നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്?
എങ്ങനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്? അവർക്ക് ആ സമയത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ഓണേഴ്സിനാണെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, മാനേജ്മെന്റിനാണെങ്കിൽ ഇനി അടുത്തത് എന്തെടുക്കണം, എംപ്ലോയീസിനാണെങ്കിൽ അവരുടെ റെമ്യൂണറേഷനെ പറ്റിയിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനാണെങ്കിൽ കടം കൊടുക്കണോ വേണ്ടയോ, ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള പല തീരുമാനങ്ങളും എടുക്കാനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ സഹായിക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ്റർപ്രിട്ടേഷൻ എന്തിനാ സഹായിക്കുന്നത്? ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണോ? ലെഡ്ജർ എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷമല്ലേ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അതല്ല. ട്രയൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ? ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനെന്നാണോ? അല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താവശ്യം? ഇന്റർപ്രിട്ടേഷൻ ആവശ്യം. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. Which of the following is an internal user of accounting information? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പം വരും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഇന്റേണൽ യൂസർ ആരാണ് ഇന്റേണൽ യൂസർ? ബിസിനസ്സിനകത്ത് തന്നെയുള്ള, ബിസിനസ്സുമായിട്ട് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ വരുന്ന, ബിസിനസ്സിനുള്ളിൽ തന്നെ വരുന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റേണൽ യൂസേഴ്സ്. മെയിൻ ആയിട്ടുള്ള ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓണേഴ്സ്, മാനേജ്മെന്റ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. പ്രധാനമായിട്ട് 3 ആൾക്കാരെയാണ് പഠിച്ചത്. സോ ഇതിനകത്ത് അവരാരെങ്കിലും ഉണ്ടോ നോക്കൂ. ക്രെഡിറ്റേഴ്സ് എക്സ്റ്റേണൽ ആണല്ലേ, ഗവൺമെന്റ് എക്സ്റ്റേണൽ ആണ്, മാനേജ്മെന്റ് ഇന്റേണൽ, ഇൻവെസ്റ്റേഴ്സ് എക്സ്റ്റേണൽ. സോ ഇന്റേണൽ യൂസർ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ സി, മാനേജ്മെന്റ് ആണ് ഇന്റേണൽ യൂസർ. എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ്. താഴെ തന്നിരിക്കുന്നതിൽ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇതിന് 4 തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സ്റ്റേണൽ ആരാണെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷന് പുറത്ത് നിന്നുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് ഇതറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത്. അത് ഓരോരോ ആൾക്കാരെ ബന്ധപ്പെട്ടിരിക്കും. സോ നമുക്ക് നോക്കാം. എംപ്ലോയീസ് ഇന്റേണൽ ആണ്, ട്രേഡ് യൂണിയൻസ് ഇന്റേണൽ ആണ്, ബാങ്ക് ആൻഡ് ക്രെഡിറ്റേഴ്സ് എക്സ്റ്റേണൽ ആണ്, ഓണേഴ്സ് ഇന്റേണൽ ആണ്. ഇവിടെ എക്സ്റ്റേണൽ ആരാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ആരാണ്? ഓപ്ഷൻ സി, ബാങ്ക് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഓപ്ഷൻ സി, ബാങ്ക് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇനി വൈ ഡു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എന്തിനാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യം? അതായത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, അവരെയാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യം? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അല്ലേ? അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടാതെ ചുമ്മാ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ അവർക്ക് എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പൊ എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ളത്? ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഇൻ ദ ബിസിനസ്. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ? വെദർ ടു ഇൻവെസ്റ്റ് ഓർ നോട്ട് ഇൻ ദ ബിസിനസ്. എംപ്ലോയിയുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനോ, ടാക്സ് റിപ്പോർട്ട് എടുക്കാനോ, ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനൊന്നും അല്ല അവർക്ക് അത് ആവശ്യം. അവർക്ക് എന്താ? അവർക്കൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾക്ക് ഇതിവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് ഓർ നോട്ട് ഇൻ ദ ബിസിനസ്. Which of the following is not a part of accounting process? Accounting processന്റെ ഭാഗമല്ലാത്തത് ഏത്? റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ്. ഐഡന്റിഫൈയിങ് പ്രോസസ്സിന്റെ ഭാഗമാണ്. സമ്മറൈസിങ് ഭാഗമാണ്. മാർക്കറ്റിംഗ് അല്ല. അക്കൗണ്ടിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. 7 ഫങ്ഷൻസ് ആണല്ലോ. വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി, മാർക്കറ്റിംഗ് ആണ്. ഇനി വിച്ച് യൂസർ ഗ്രൂപ്പ് ഇവാലുവേറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ് അണ്ടർ റെഗുലേറ്ററി ലെജിസ്ലേഷൻ? അതായത് നമ്മുടെ ബിസിനസ്
പ്രോപ്പറായിട്ട് റെഗുലേറ്ററി ആയിട്ടുള്ള നിയമസംഹിതയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ബിസിനസ് ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് ഏത് യൂസർ ഗ്രൂപ്പാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആര് തന്നെയാണ്? റെഗുലേറ്ററി ഏജൻസീസ് ആണ്. അവരാണല്ലേ നമ്മൾ നിയമപരമായിട്ട് തന്നെയാണോ നമ്മുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യുന്നത് ആരാണ്? റെഗുലേറ്ററി ഏജൻസീസ് ആണ്. സോ ഇവിടെ ഏത് യൂസർ ഗ്രൂപ്പാണ്? ഓപ്ഷൻ സി, റെഗുലേറ്ററി ഏജൻസീസ്. Which of the following is not a step in the accounting process? Accounting processന്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏത്? അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളൊന്ന് പഠിക്കുക. ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയുമാണ് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ. ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ഇതിന്റെ ഭാഗമല്ലേ? ആണ്. ഇതാ കണ്ടോ, റെക്കോർഡിംഗ് ഭാഗമല്ലേ? ആണ്. മാനുഫാക്ചറിങ് ഇതിനകത്തുണ്ടോ? ഭാഗമല്ല. ഐഡന്റിഫൈയിങ് ഇതിന്റെ ഭാഗമാണ്. സോ ഇതിനകത്ത് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി, മാനുഫാക്ചറിങ്. ഓപ്ഷൻ സി, മാനുഫാക്ചറിങ്. Why do governments use ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഗവൺമെന്റ്സിന് എന്തിനാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യകത? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ. ഇവര് ഗവൺമെന്റ് റൂൾ അനുസരിച്ച് തന്നെയാണോ ഇവർ ബിസിനസ് നടത്തുന്നത്, അവർ അടയ്ക്കേണ്ടുന്ന ടാക്സ് തന്നെയാണോ അടയ്ക്കുന്നത് എന്നൊക്കെ അറിയാനാണ് ഗവൺമെന്റിന് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത്. സോ എന്തിനാണ്? ടു അസസ് ടാക്സ് ലയബിലിറ്റീസ് ആൻഡ് എൻഷുർ കംപ്ലയൻസ്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അറിയാനാണോ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അത് ഇൻവെസ്റ്റേഴ്സ് ആണല്ലേ അങ്ങനെ ചെയ്യുന്നത്. ബിസിനസ്സിന് ലോൺ കൊടുക്കാനാണോ? അത് ബാങ്കുകളായിരിക്കും ചെയ്യുന്നത്. ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതാരാണ്? മാനേജ്മെന്റ് ആയിരിക്കും നോക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് എന്തിനാ നോക്കുന്നത്? അവരുടെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യാനും അവര് കംപ്ലയൻസ് അനുസരിച്ചാണ് ജോലി ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ profit and loss items is established during which process? ഏത് പ്രോസസ്സിലാണ്? നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് ഏത് പ്രോസസ്സിലാണ് നമ്മൾ പ്രോഫിറ്റും ലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമുക്കറിയാം, ഐഡൻറ്റിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നതാണ്. റെക്കോർഡിങ്ങിൽ നമ്മൾ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നതാണ്. ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ നമ്മളത് ലെഡ്ജറിലേക്ക് മാറ്റി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. സമ്മറൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? P&L ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതാണ് സമ്മറൈസിങ്. അതിനുശേഷമാണ് നമ്മൾ അനലൈസിങ് ചെയ്യുന്നത്. അനലൈസിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോ ഐറ്റത്തിനെയും എടുത്തു വെച്ച് നോക്കിയിട്ട് ഇത് നമുക്ക് നല്ലതിനായിരുന്നോ, ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആയിരുന്നോ, വീക്ക്നെസ് ആയിരുന്നോ എന്ന് ഓരോന്നും എടുത്തു വെച്ച് പഠിക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്? അനലൈസിങ് എന്ന് പറയുന്നത്. അവിടെയല്ലേ നമ്മൾ പ്രോഫിറ്റും ലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. സോ ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് നോക്കുന്നത്? അനലൈസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ്. ഓപ്ഷൻ സി, അനലൈസിങ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് കാണും, എല്ലാം വായിച്ചു നോക്കണം. അല്ലാതെ ഒരു ഓപ്ഷൻ കണ്ടിട്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാം മുഴുവൻ ക്വസ്റ്റ്യനും വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാം വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് ഈസ് നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണോ തെറ്റാണോ? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് തന്നെ അതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? The main objective of accounting is to maintain accounting records. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും തെറ്റൊന്നും ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്, അക്കൗണ്ടിങ് ഫോക്കസസ് സോൾലി ഓൺ ടാക്സ് കാൽക്കുലേഷൻസ്. അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് അക്കൗണ്ടിങ് ആണോ? അതിനെന്തുണ്ട്? ടാക്സേഷൻ ഉണ്ടല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ
തെറ്റുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യം. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശരി? 1ഉം 2ഉം ശരിയാണ്. സോ നമുക്കിനി ഓപ്ഷൻസിലേക്ക് കടക്കാം. 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഓപ്ഷൻ എ എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഇൻകറക്റ്റ്. സോ ഓപ്ഷൻ എ ഓക്കെ ആണ്. ഇവിടെ എന്താ? ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. തെറ്റിപ്പോയി. സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ ഇൻകറക്റ്റ് അല്ല. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ്? മണി ടേംസിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ക്ലാസിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ദം ഇൻടു സിമിലർ കാറ്റഗറീസ്. എന്താ? അടുത്ത എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ സിമിലർ ആയിട്ടുള്ളതിനെയെല്ലാം ഒരു ഗ്രൂപ്പിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയല്ലേ? ശരിയാണ്. സിമിലർ നേച്ചറുള്ള അക്കൗണ്ട്സ് എല്ലാം ഒരു ലെഡ്ജറിലേക്ക് മാറ്റുക, അതല്ലേ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? കമ്മ്യൂണിക്കേറ്റിംഗ് റിസൾട്ട് റെഫേഴ്സ് ടു ഇന്റർപ്രിറ്റിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ ടു യൂസേഴ്സ്. എന്താ? കമ്മ്യൂണിക്കേറ്റിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ യൂസേഴ്സിലേക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് നമ്മൾ വിവരിക്കുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഫിനാൻഷ്യൽ ഡേറ്റ യൂസേഴ്സിലേക്ക് കൊടുക്കുന്നത് തന്നെയാണ്, പക്ഷെ രണ്ടും 2 സ്റ്റെപ്പാണ്. സോ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഇവിടെ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ് എന്ന ചോദ്യം വരുന്നത്. സോ 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഇൻകറക്റ്റ്. അടുത്തത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. എന്താ? അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ ഇന്റേണൽ യൂസേഴ്സിൽ വരുന്ന ആൾക്കാരാണ് എംപ്ലോയീസും മാനേജ്മെന്റും. ശരിയാണല്ലേ? ഇന്റേണൽ യൂസേഴ്സിൽ ആരൊക്കെ വരാറുണ്ട്? ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എക്സ്റ്റേണൽ യൂസേഴ്സ് ഇൻക്ലൂഡ് ഗവൺമെന്റ് ഏജൻസീസ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. എക്സ്റ്റേണൽ യൂസേഴ്സിൽ വരുന്നതാണ് ഗവൺമെന്റ് ഏജൻസീസ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്, റെഗുലേറ്ററി ഏജൻസീസ്, റിസർച്ചേഴ്സ്, കസ്റ്റമേഴ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. Researchers are not considered external users of accounting information. Researchersനെ ഒരിക്കലും എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. തെറ്റാണ്. എക്സ്റ്റേണൽ യൂസർ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ബിസിനസ്സിന് പുറത്തുള്ള ഒരാളാണ്. അവർ ബിസിനസ് ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ ആൻ എക്സ്റ്റേണൽ യൂസർ. സോ റിസർച്ചേഴ്സും എന്ത് തന്നെയാണ്? എക്സ്റ്റേണൽ യൂസർ തന്നെയാണ്. സോ ഇവിടെ എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 ഈസ് ഇൻകറക്റ്റ്. സോ ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദ സമ്മറൈസിംഗ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിപ്പയർസ് ദ ട്രയൽ ബാലൻസ്. സമ്മറൈസിംഗ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ എന്തിനെ പറ്റി പറയുന്നുണ്ട്? ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ആ ഓരോ ലെഡ്ജറിനെയും ബാലൻസ് കൊണ്ടുവന്ന് നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ട്രയൽ ബാലൻസിൽ കാണിക്കണം. സത്യത്തിൽ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സമ്മറി ഓഫ് അക്കൗണ്ട്സ് തന്നെയാണ്. സോ സമ്മറൈസിംഗ് ഫംഗ്ഷനിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ട്രയൽ ബാലൻസും
നമുക്ക് P&L ബാലൻസ് ഷീറ്റും എല്ലാം നമുക്ക് അവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ്, the final step of accounting is communicating the interpreted result to the users. എന്താ അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച ഇൻ്റർപ്രിറ്റഡ് റിസൾട്ട് യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണല്ലേ ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അക്കൗണ്ടിങ് ഈസ് ഓൺലി കൺസേൺഡ് വിത്ത് എക്സ്റ്റേണൽ യൂസേഴ്സ്, നോട്ട് ഇന്റേണൽ യൂസേഴ്സ്. അക്കൗണ്ടിങ് എക്സ്റ്റേണൽ യൂസേഴ്സിനെ മാത്രമേ കൺസേൺ ചെയ്യുന്നുള്ളൂ. തെറ്റാണ്. രണ്ട് യൂസേഴ്സും ഈക്വലി ആവശ്യമാണ് അല്ലേ? ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് ബിസിനസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, ഇന്റേണൽ യൂസേഴ്സിന് വേണ്ടി ഉള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. ഇവിടെ ആൻസർ എന്താ വരിക? സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. Statement 3 is incorrect. Option A. Next question. First statement എന്താ നോക്ക്. The classification of accounting transactions involves grouping similar transactions in ledger accounts. എന്താ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ക്ലാസിഫിക്കേഷൻ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ എല്ലാം ഒരു ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പിന്നെ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് സിമിലർ ആയിട്ടുള്ള നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ അല്ലേ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് takes place after their classification. ശരിയാണോ? അല്ല. എന്താണ്? ഇവിടെ എന്താ പറയുന്നത്? ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡിംഗ് നടക്കുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷന് ശേഷമാണ് എന്നാണ് പറയുന്നത്. തെറ്റാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്? ക്ലാസിഫിക്കേഷൻ വരുന്നത് അല്ലേ? റെക്കോർഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ജേർണൽസിലോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജേർണൽ കഴിഞ്ഞല്ലേ ലെഡ്ജറിലോട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? The identifying step is where the source documents are examined for recording. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്യുമ്പോഴാണ് ഐഡന്റിഫൈയിങ് സ്റ്റെപ്പ് വരുന്നത് അല്ലേ? നമ്മൾ എന്താ നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെക്കുന്നത്. അത് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഐഡന്റിഫൈയിങ് സ്റ്റെപ്പ് ഇല്ലേ? അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതെന്നാണ് ചോദ്യം. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. 1ഉം 3ഉം ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത്. താങ്ക് യു.